ഈ വെക്കേഷൻ ഉണ്ടല്ലോ 2 months, വെക്കേഷൻ ടൈം എങ്ങനെ ഈ പ്രോഗ്രാംസിൽ അടിച്ചു പൊളിക്കാനാണോ ഉദ്ദേശം, അതല്ലാതെ നിങ്ങൾ ട്രിപ്സ് പോകാനാണോ? പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 13-ാം തീയതി പ്രോഗ്രാം കഴിഞ്ഞ 17-ാം തീയതി ദുബായിലാണ്. അവിടെ ഇതിനാണ് പോകുന്നത്. പ്രോഗ്രാം 1 ദിവസമേ ഉള്ളൂ, പിന്നെ ബാക്കിയൊക്കെ ഇതൊക്കെ തന്നെയാണല്ലോ. അവർക്ക് ഇത് ഭയങ്കര യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഓൾമോസ്റ്റ് കൂടുതലും എനിക്ക് ചില മോൻ ഹോസ്റ്റലിൽ വന്ന സമയത്ത് ഞാൻ പോകാറില്ല. മോൻ ഏത് ക്ലാസ്? അവൻ +2. കോഴിക്കോടാണ് +2. അപ്പൊ ജെയും കൂടെ എഴുതുന്നുണ്ട്. അപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുക. അയ്യോ അടിന്ന് പറഞ്ഞാ പോലെ അത് അവനല്ല കേട്ടോ, ഇവളാണ് വെറുതെ പോയിട്ട് ചൊറിയാൻ പോകും. അവൻ അങ്ങനെ ഒന്നുമില്ല, വെറുതെ കിടന്നിട്ട് ഇന്ന് ഏട്ടൻ പഠിച്ചു, ഏട്ടനെന്താ പഠിച്ചുകൂടെ, അതൊക്കെ ഏട്ടൻ അവനിങ്ങനെയൊക്കെ അവന് അടി. അങ്ങനെ ചകട ഉണ്ടല്ലേ? ഉണ്ട്. കയ്യാങ്കളി ഇല്ല, ഇടയ്ക്കുണ്ടാവട്ടെ. ഇടയ്ക്ക് വെറുതെ പിടിച്ച് ഒറ്റ ഉന്തിരില്ലേ, എന്നെ വെറുതെ ഉന്തിരും, കാലും ഇങ്ങനെ തട്ടിട്ട് ഒറ്റ ഉന്തിരല്ലേ വരും. തിരിച്ചു കൊടുക്കും. അപ്പൊ അമ്മ അങ്ങോട്ട് വരും വെറുതെ. അപ്പൊ തിരിച്ചു ഒരു കാര്യം ചുമ്മാ അടിക്കും. അതല്ല, എന്നെ വീഴ്ത്തിയതല്ലേ. എന്നെ വീഴ്ത്തണമെങ്കിൽ എന്തെങ്കിലും ഇതായിട്ട് അല്ലാതെ അങ്ങനെ കാര്യമൊന്നും ചെയ്യൊന്നുമില്ല. അമ്മ വെറുതെ സപ്പോർട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവല്ലേ? ചെറുതായിട്ടൊന്നും ഇങ്ങനെ അത് കുഴപ്പമില്ല, ചെറുതായിട്ട് ഇങ്ങനെ പ്രശ്നമില്ലൊന്നല്ല. പക്ഷെ അപ്പൊ ചേട്ടനും ഭയങ്കര പ്രൗഡായിരിക്കുമല്ലോ, ചേട്ടന്റെ സ്കൂളിലും ടീച്ചേഴ്സും. ഏട്ടൻ പറയും അയ്യോ എന്റെ പറയും നീ ഫുള്ള് പട്ടിഷാണ്. ഞാനായിട്ട് മാറി തന്നോണ്ടാ നീ, അല്ലെങ്കിൽ നീ ഒന്നും ആവുമ്പോ അങ്ങനെ ചേട്ടൻ പറയാം മാറിയതുകൊണ്ടാണ്. തിരിച്ചെന്ത് പറയും? എന്റെ ഏട്ടന്റെ സ്കൂളിൽ ഒട്ടും ഇഷ്ടല്ല. ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോ ഏട്ടന്റെ ഫ്രണ്ട്സ് പറയും നിനക്ക് വല്ല തേങ്ങ പറിക്കാൻ പോയിക്കോട്ടെ. റിയൽ ബ്രദർ ആൻഡ് സിസ്റ്റർ. അപ്പൊ തിരിച്ച് നന്നായിട്ട് അങ്ങനെ അങ്ങോട്ടും പറഞ്ഞു തിരിച്ച് പോണതൊക്കെ ഫ്രണ്ട്സിനോട് പറയും. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് തമ്മിലുള്ള എന്തുകൊണ്ടാണ് വഴക്കിടുന്നതെന്നുള്ളതിന്റെ ഒരു കാരണം. ഇനി എന്നാ വരുന്ന ചേട്ടൻ? ഇനി ഈ 29th ഇന്നിപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ചേട്ടനെ കൂടെ പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇല്ല, ഏട്ടനൊന്നും പറയില്ല. ഡീസന്റായി അവൻ ഭയങ്കര ഡീസന്റ്, ഭയങ്കരമായിട്ട് ഇതിന്റെ ഉള്ളിൽ മാത്രമല്ല, ഞങ്ങള് 3 മാത്രമല്ലോ. അല്ലെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞാൽ കാണാൻ കിട്ടിക്കോളും. ബാക്കി ഇന്റർവ്യൂവിന്റെ ഈ പാർട്ട് ചേട്ടൻ അയച്ചു കൊടുക്കും. ചേട്ടൻ താഴെ കമന്റ് ചെയ്യട്ടെ. പക്ഷേ ഏട്ടൻ കാണുന്നില്ല. നിന്റെ പട്ടി ശരിക്കും കാണാൻ വയ്യ പറയും. എന്റെ പൊന്നെ. അച്ഛൻ എന്ത് പറയുന്നു? അച്ഛന്റെ സന്തോഷം അല്ലെ? അച്ഛന്റെ കൂട്ടുകാരുണ്ടാവും അല്ലെ? അച്ഛന്റെ അടുത്ത് എന്തൊക്കെയാണ്? അച്ഛനല്ലേ നമ്മളെ അങ്ങനെ താങ്ങിക്കൊണ്ട്. അതെ, എല്ലാത്തിന്റെ ഒരു സപ്പോർട്ട് അല്ലേ? ബിസിനസ്സാണ് ദുബായില്. അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അതിന് വേണ്ടി വന്ന് നിക്കണത് അവിടെ. മോക്കൊരു അതായത് എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? ഏതെങ്കിലും ഇപ്പൊ ഒരു ചാനലിൽ ഒരു പരിപാടി അവതരിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡ്രീം ഉണ്ടോ മോൾക്ക്? ഓൾമോസ്റ്റ് എല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നി അങ്ങനെ ഒരു തിങ്ക് വേറെ അബ്രോഡ് പോയി വായിക്കണം ഭയങ്കര ആഗ്രഹം ആണല്ലേ? പോകുന്നുണ്ട്. പുറത്തേക്ക് പോണ്ടേ? ശരി ശരി ശരി. എന്തൊക്കെയോ മനസ്സിലെന്താ ഒന്നും പറയുന്നില്ല ഞാൻ പിന്നെ ചെയ്യണം അങ്ങനെ അങ്ങനെ പറയുന്നില്ല. ഫസ്റ്റ് ടൈം ആണോ പോകാൻ പോകുന്നത്? ഇപ്പൊ ചെറുപ്പത്തില് പോയിട്ടല്ല, വയലിനായിട്ടില്ല, അല്ലാതെ മൂപ്പരുടെ അടുത്ത് അല്ല പരിപാടിക്കായിട്ട് ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ. ഈ അടുത്ത് പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? 13-ാം തീയതി. അതായത് വിഷുവിന്റെ തലേ ദിവസം വിഷുവിന്റെ പ്രോഗ്രാം ആയിട്ടാണ്. April 14th അല്ല 13th. അതെ അതെ അതെ. പിന്നെ അത് ദുബായിലുണ്ട്, കെനിയ പോകുന്നുണ്ട്. അപ്പൊ സ്കൂളിലെ ഫ്രണ്ട്സ് ചോദിക്കല്ലോ കെനിയെ പോയിട്ട് വരുമ്പോൾ എനിക്ക് എന്ത് കൊണ്ടുവരും? മറ്റേ പോയി വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരുന്ന പറഞ്ഞിട്ടുണ്ടല്ലേ? സ്കൂളിൽ നിന്ന് ഓൾറെഡി ഓഫർ വന്നിട്ടുണ്ട് അല്ല, സാധനങ്ങളുടെ ഇതൊക്കെ വന്നിട്ടുണ്ട്. എന്തേലും കൊണ്ടുവന്നാ മതി. ചോക്ലേറ്റ് ആണ് ഏറ്റവും ഫേവറേറ്റ്. സ്കൂളിൽ ചോക്ലേറ്റ് കൊണ്ടുവരുന്നത് അല്ല അല്ല അതിപ്പോ ഇതിനു വേണ്ടി പോകാം, അല്ലെങ്കിലും കൊണ്ടുപോകണേ വെച്ചാൽ മൂപ്പര് വന്നെങ്കിൽ ഇവിടെ നിന്നുള്ള തോക്ക അങ്ങനെ. ഓ അത് ശരിയാണല്ലോ. അപ്പൊ ടീച്ചേഴ്സ് ഉൾപ്പെടെ ഹാപ്പി ആയിരിക്കും. എല്ലാവർക്കും ഫ്രണ്ട്സ് ആണ് മെയിൻ.
ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടാ സ്കൂളിൽ. ഇടയ്ക്ക് നോട്ട്സ് എഴുതി കൊടുക്കാറുണ്ട്? ഇടയ്ക്ക് വല്ലതും വളരെ അത്രയും ടയർഡായ മാത്രമല്ല ഞാൻ ചെയ്ത് കൊടുക്കില്ല, അതൊന്നുമില്ല, എപ്പോഴെങ്കിലും ഫീവറൊക്കെ വന്നാലേ അങ്ങനെ പനിയൊക്കെ വരുമ്പോ എല്ലാം ചെയ്ത് കൊടുക്കാം. അത്രയ്ക്ക് അമ്മ ഇത് തരില്ലേ അങ്ങനെ. അമ്മ ഭയങ്കര ടയേർഡായിരിക്കുമ്പോ ഞാൻ എക്സോസ്റ്റഡ് ആവുമ്പോ അമ്മ ഇത് ഒന്ന് അത്രയും വേണം. അല്ല അങ്ങനെ അല്ലെങ്കിൽ നല്ല സുഖം അറിയാം. അങ്ങനെ എല്ലാം തന്നെ ചെയ്യടാ. എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒന്നും ഇല്ല. അങ്ങനെ അതിന് വേറെ കംപ്ലൈന്റ് കേൾക്കുക, ഇതെന്തൊരു അമ്മയാണ്. സ്പൂൺ ഫീഡിങ് ആണ് അത് ഇതാണ്. അല്ല ചെയ്യാത്തതിനും പറയും നിങ്ങളൊരു അമ്മയാണോ. അത് അങ്ങനെ ശരിക്ക് എന്റെ ഒരു നമ്മുടെ ഒരു ക്യാരക്ടറിലെ അച്ഛനാ അവൾക്ക് എല്ലാം കിണിക്കും. ഞാൻ അങ്ങനെ കിണിക്കാറ് അങ്ങനൊന്നുമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ, അവളെ എന്നെ പേടിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യണേ. ആകെ കൂടി എന്നെ മാത്രമേ പേടിയുള്ളൂ. അമ്മ ഞാനൊക്കെ ഉറങ്ങിയാണെങ്കിൽ ഒരു മുമ്പൊക്കെ 5:30 വിളിക്കും. വയ്യാന്ന് പറയുമ്പോ 2-3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുമ്പോ എനിക്ക് മനസ്സിലാവും അമ്മക്ക് ദേഷ്യം വന്നു. അല്ല ഇവിടെ ഇവിടെ വിളിക്കുകയാണെങ്കിൽ ഒരു മോളെ കെങ്ങ ചക്കര പൊന്നെ പഞ്ചാര ഞാനൊന്ന് 2 പ്രാവശ്യം വിളിക്കും. 3-ാമത്തെ പ്രാവശ്യം വിളിക്കില്ലാത്ത വാത്സല്യതയൊക്കെ പോകുന്നു. അപ്പൊ പിന്നെ എണീക്കലും ഈ ബാറ്റിലും കഴിഞ്ഞ് പ്രാക്ടീസ്. അല്ല ഇവിടെ ഒന്നിനും നിൽക്കാൻ പറ്റില്ല. കഴിഞ്ഞാ പിന്നെ പോയി, പിന്നെ അങ്ങോട്ട് തുടങ്ങും. ഓക്കെ. അതുപോലെ തന്നെ ഇതല്ലാതെ ഈ ടോയ്സ് ഒക്കെ ആരും ഏറ്റവും കൂടുതൽ മേടിച്ചിരുന്നത്, അല്ലെ എന്തെങ്കിലും മൈൻഡിൽ ഫിക്സ് ചെയ്ത് കാണുമല്ലോ? ടോയ്സ് ഞാൻ അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. അല്ലെ ചോക്ലേറ്റ് അമ്മയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അത് കുഴപ്പമില്ല, അപ്പൊ പിന്നെ പ്രശ്നമില്ല. അമ്മയ്ക്കും ചോക്ലേറ്റ് ഇഷ്ടം. അമ്മയ്ക്ക് എനിക്കും ഐസ്ക്രീമും ചോക്ലേറ്റും ഏറ്റവും ഇഷ്ടമാണ്. അച്ഛൻ ഇടയ്ക്ക് കഴിക്കും. അപ്പൊ കൂടുതൽ മേടിച്ചിരുന്ന ആരാ? അച്ഛൻ അമ്മയും. ആണല്ലേ. പക്ഷെ അച്ഛനാണ് ദുബായിൽ വരുമ്പോ നിറച്ച് ചോക്ലേറ്റ് ആവും. അപ്പൊ അമ്മയ്ക്ക് സന്തോഷമാവുന്നു. പകുതി മുക്കാൽ അമ്മയെ കഴിക്കണെന്ന് പറയാൻ പേടിയിൽ എന്നെ നോക്കുക. പയ്യെ നോക്കുന്നു, ഞാൻ പറയട്ടെ അല്ലേ. മോക്ക് ഏറ്റവും ഇപ്പൊ ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലാതെ മോക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് സാധനങ്ങൾ മേടിക്കുക അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അങ്ങനെ അതല്ല? ഇടയ്ക്കൊക്കെ വരുള്ളൂ. ഇങ്ങനെ ജേർണൽ കിറ്റ് അങ്ങനത്തെ ചെറുതായിട്ട്, അല്ല കൂടുതലൊന്നുമില്ല. വലിയ ഡിമാൻഡ്സ് ഒന്നുമില്ല. ഇല്ല, അങ്ങനെ വലിയ ഡിമാൻഡ്സ് ഉണ്ടെങ്കിൽ ബാഗ് അങ്ങനത്തെ സാധനങ്ങളോ ആവശ്യം അങ്ങനത്തെ വല്ല ടോയ് സ്റ്റേഷനറി ഐറ്റംസ് അല്ലേ അതൊക്കെ എന്തെങ്കിലും അങ്ങനെയൊക്കെ കാണുമ്പോ അല്ലാതെ തന്നെ അത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അത് 5 രൂപ അങ്ങനെ അങ്ങനെ മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഇതോടെ ആയിട്ട് വൈൻഡപ്പ് ചെയ്താലോ? അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താ അഭിപ്രായം? ഓക്കെ.